നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് സുപ്രീം കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ അറസ്റ്റിൽ. പേരാമ്പ്ര ശ്രീനാരായണ ഗുരുചൈതന്യ മഠത്തിൽ ശ്രീനാരായണ കൺവെൻഷനും ധ്യാനവും പ്രതിഷ്ഠാ മഹോത്സവം ഏപ്രിൽ 11 ശനിയാഴ്ച മുതൽ. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. വാർത്തകൾ വിശദമായി. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും വിഭാഗത്തെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ഹിന്ദുമതത്തിനും സമൂഹത്തിനും നല്ലതല്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന നിരീക്ഷിച്ചു. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെയുള്ള കേസുകളിലെ പുനഃപരിശോധനാ ഹർജികളിലെ വാദത്തിനിടെയാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ശബരിമല വിധി വിടുക, ഞങ്ങളുടെ ആളുകൾ മാത്രം മതി, മറ്റുള്ളവരെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കടത്തില്ല എന്ന നിലപാട് ഹിന്ദുമതത്തിന് നല്ലതല്ല. ആ വിഭാഗത്തിന് തന്നെയും അത് നല്ലതിനാവില്ല. സമൂഹത്തെ അത് വിഭജിക്കും, ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. എല്ലാ വിഭാഗങ്ങൾക്കുമായി ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കാൻ 25/2B വകുപ്പ് പ്രകാരം ഭരണകൂടത്തിന് കഴിയുമെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം ഉൾപ്പെടെ പരിഗണിക്കുന്ന സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലെ വാദം കേൾക്കലിനിടെയാണ് ജസ്റ്റിസ് BV നാഗരത്നയുടെ പരാമർശം. ക്ഷേത്രങ്ങളിൽ ആരാണ് പ്രവേശിക്കേണ്ടതെന്ന് ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടതെന്നാണ് സീനിയർ അഭിഭാഷകൻ CS വൈദ്യനാഥൻ വാദിച്ചപ്പോഴായിരുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശം. NSS കേരള ക്ഷേത്ര സമിതിയുടെ മാതൃസമിതി എന്നിവ ഉൾപ്പെടെ 3 കക്ഷികൾക്ക് വേണ്ടിയാണ് CS വൈദ്യനാഥൻ ഹാജരായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ അറസ്റ്റിൽ. ബക്സർ ജില്ലയിൽ നിന്നാണ് 3 യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇവർ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ നേടാൻ ശ്രമിച്ചെന്നും പോലീസ് സൂചിപ്പിച്ചു. ബക്സർ ജില്ലയിലെ ദ്രുമോൺ സബ് ഡിവിഷനിലെ സിംറി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആശാപരാരി ഗ്രാമത്തിൽ നിന്നാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത്. വിദേശ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ബന്ധം പുലർത്തിയതായും അവർക്ക് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതായും ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി മോഡിയെ ആക്രമിക്കാമെന്നാണ് യുവാക്കൾ ഗൂഢാലോചന നടത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അറസ്റ്റിലായവരുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഒരു ലാപ്ടോപ്പും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് കണ്ടെടുത്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈബർ കഫേ സെന്റർ നടത്തിയിരുന്ന അമൻ കുമാർ അടക്കമുള്ളവരെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. യുവാക്കൾ US രഹസ്യാന്വേഷണ ഏജൻസി CIA ബന്ധപ്പെട്ടിരുന്നതായി സൂചന ലഭിച്ചു. പ്രതികളുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു വരികയാണ്. അമൻ നേരത്തെ ഒരു സൈബർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് 2022 അമനെ അറസ്റ്റ് ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു. അമന്റെ മുറി പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. എന്നാൽ മകന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കില്ലെന്ന് അമന്റെ മാതാപിതാക്കളായ ഗണേഷ് തിവാരിയും ഗീതാകുമാരിയും പറയുന്നു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത കുറ്റം എന്താണെന്ന് അറിയില്ലെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. പേരാമ്പ്ര ശ്രീനാരായണ ഗുരുചൈതന്യ മഠത്തിൽ ശ്രീനാരായണ കൺവെൻഷനും ധ്യാനവും പ്രതിഷ്ഠാ മഹോത്സവം ഏപ്രിൽ 11 ശനിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ നടത്തുമെന്ന് മഠം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10 മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാകായിക മത്സരങ്ങൾ നടക്കും. ഞായറാഴ്ച മഹാകവി കുമാരനാശാന്റെ 153ാമത് ജയന്തി സമ്മേളനം സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്യും. സച്ചിദാനന്ദ സ്വാമികൾ അധ്യക്ഷനാകും. പ്രതിഷ്ഠാദിനമായ
തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. വൈകിട്ട് 5-ന് പേരാമ്പ്ര SNDP ശാഖ പരിസരത്തു നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് ഇളനീർ അഭിഷേകം നടക്കും. ചൊവ്വാഴ്ച ദിവ്യപ്രബോധന ധ്യാനവും തുടർന്ന് സർവൈശ്വര്യ പൂജയും നടക്കും. അടുത്ത 19-ന് ഞായറാഴ്ച ഗുരു ചൈതന്യ മഠത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര നിർണയ ക്യാമ്പും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഠം ഇൻചാർജ് ശിശുപാലൻ ശാന്തി, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ AK ബാബു, ജനറൽ കൺവീനർ നരേന്ദ്രൻ നല്ലായി, സെക്രട്ടറി കൃഷ്ണൻകുട്ടി പുളിക്കൽ, കൺവീനർ രാജി ചിന്മയൻ എന്നിവർ പങ്കെടുത്തു. ഗുരുചൈതന്യ മഠത്തിലെ ഗുരുദേവ പ്രതിഷ്ഠാ മഹോത്സവവും അതോടനുബന്ധിച്ച് തന്നെ ശ്രീനാരായണ കൺവെൻഷനും ഈ മാസം 11, 12, 13 തീയതികളിലായി നടത്തപ്പെടുകയാണ്. ഇതോടനുബന്ധിച്ച് ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി ഡോക്ടർ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഈ 3 ദിവസങ്ങളിലും ശ്രീനാരായണ ദിവ്യപ്രബോധനവും ധ്യാനവും നടത്തപ്പെടുകയാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 73 വർഷം നീണ്ടുനിന്ന ജീവിതത്തെയും ഭഗവാൻ ഈ ലോകത്തിന് നൽകിയിട്ടുള്ള ഏതാണ്ട് 70ഓളം കൃതികളെയും അധികരിച്ചുകൊണ്ട് സ്വാമികൾ അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഗുരുദേവൻ്റെ ദർശനത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷണവും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിനാവശ്യമായ ധ്യാനവും ജപവും ഇത് ഭക്തജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദിവ്യപ്രബോധനവും ധ്യാനവും സംഘടിപ്പിക്കപ്പെടുന്നത്. അവിടെ എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ 3-4 ദിവസങ്ങളിലും അന്നദാനവും നൽകുന്നതാണ്. പ്രതിഷ്ഠാദിനത്തിൽ കണ്ണൂരിൽ എഴുന്നള്ളിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ ഇളനീരഭിഷേകം നടത്തപ്പെടുകയുണ്ടായിരുന്നു. അന്നേ ദിവസം വന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്ക് ആ ഇളനീരഭിഷേകത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അവർ ദൂരെ പാടത്തിന്റെ മധ്യഭാഗത്തായി കരിക്കുകൾ കൊണ്ടുവച്ച് ഇളനീരുകൾ കൊണ്ടുവച്ച് ദൂരെ മാറി നിൽക്കണം. അന്ന് അവിടെ എത്തിച്ചേരുന്ന ആ ഭക്തജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തോന്നുകയും ഗുരുദേവൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ എഴുന്നള്ളിയപ്പോൾ അവിടുത്തെ തലശ്ശേരിയിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മികച്ച സ്കൂൾ കായിക അധ്യാപകനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ GV രാജ അവാർഡ് ലഭിച്ച അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകൻ ജിബി വി പെരേപ്പാടിനെ ആദരിച്ചു. സ്കൂളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC മനോജ് ഉദ്ഘാടനം ചെയ്തു. ഹാൻഡ്ബോൾ കോച്ചിംഗ് ക്യാമ്പിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. യൂണിയൻ ഹാൻഡ്ബോൾ അക്കാദമിയുടെ പ്രസിഡന്റ് CA ഷാജി അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ് മുഖ്യാതിഥിയായി. അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് PR രാജേഷ്, വാർഡ് മെമ്പർ ബിന്ദു സുബ്രൻ, പ്രിൻസിപ്പൽ I ജയ, ഹാൻഡ്ബോൾ പരിശീലകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ AS അർജുൻ, മിൽന ജയൻ, ആർദ്ര അശോകൻ എന്നിവരും യൂണിയൻ ഹാൻഡ്ബോൾ അക്കാദമിയുടെ വിദ്യാർത്ഥികളായ ശിവറാം മേനോൻ, AG സൗബർണിക, TD ദേവനന്ദ, വൈഗ P കൃഷ്ണ, P കൃഷ്ണകുമാർ, ഹാൻഡ്ബോൾ അക്കാദമിയുടെ ട്രഷറർ MP മാലിനി എന്നിവർ സംസാരിച്ചു. ഹാൻഡ്ബോൾ എന്ത് എന്ന് അന്യനാട്ടുകാരെയും നമ്മളെയും ഒക്കെ പഠിപ്പിച്ചെടുത്ത ഒരു വ്യക്തിത്വമാണ്. തുടർന്ന് മാഷിൻ ഉണ്ട്, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുന്ന, അല്ലെങ്കിൽ മൊബൈൽ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ മറ്റു സൈഡ് പരിപാടികൾക്കൊക്കെ പോകാനുള്ള ഒരു അവസരമുള്ള ഈ സമയത്ത് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്ന കുട്ടികളെ ആദ്യമേ തന്നെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇനിയും നമ്മുടെ കൂട്ടുകാരെല്ലാവരെയും നമ്മൾ പരമാവധി ക്യാമ്പിലേക്ക് കൊണ്ടുവരണം. ഭയങ്കര അഭിമാന നിമിഷമാണ്. സാറിൻ്റെ ഈ അവാർഡ് കിട്ടിയത് സാറിൻ്റെ കുറേ നാളത്തെ കഷ്ടപ്പാട്, ഡെഡിക്കേഷൻ്റെ ഒക്കെ റിസൾട്ടായിട്ടാണ്. സാർ പല കുട്ടികളെയും പല ലെവലിൽ എത്താൻ സഹായിച്ചു. നാഷണൽ, സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ സാറിൻ്റെ പല കുട്ടികളും പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ സാറിൻ്റെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. മാത്രമല്ല അർജുൻ ചേട്ടൻ കുറച്ച് പിള്ളേരൊക്കെ നല്ല രീതിയിൽ കൂടിയാണ് നിങ്ങൾ ഓൾഡ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാഷിൻ്റെ പഴയകാല ശിഷ്യന്മാരെല്ലാവരും കൂടി ചേർന്നൊരു പരിപാടി ഇവിടെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിലേക്ക് സ്വാഗതം പറയാമെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. ഏവർക്കും നമസ്കാരം. വീണ്ടും ഒരു അവധിക്കാല ഹാൻഡ്ബോൾ ക്യാമ്പ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ക്യാമ്പിലൂടെ ധാരാളം നാഷണൽ പ്ലേയേഴ്സിനെയും ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെയും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന, പവന് ഒറ്റയടിക്ക് 600 രൂപയാണ് കൂടിയത്. 1,12,200 രൂപയാണ് പവൻ വില. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കൂടിയത്. 14,025 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. വ്യാഴാഴ്ച രാവിലെ പവന് ഒറ്റയടിക്ക് 1,720 കുറഞ്ഞെങ്കിലും വൈകിട്ടോടെ വിലയിൽ വർധനവുണ്ടായി. പവൻ വില 520 രൂപ കൂടി 1,11,600 രൂപയിൽ എത്തിയിരുന്നു. ഇതിന് തുടർച്ചയെന്നോണമാണ് വിലയിൽ വെള്ളിയാഴ്ച വർധനവുണ്ടായിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ നൽകി വെടിനിർത്തൽ നീട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രഖ്യാപനത്തിന്റെ ചുവടുപിടിച്ച് സ്വർണ്ണവിലയിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23-നാണ് പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ ഏകപക്ഷീയമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ മനോജ് മിശ്ര, PB വരാലെ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് നേരത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും KSRTCയുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ക്ഷാമബത്ത വിതരണം നയപരമായ വിഷയമാണെന്നും അതിൽ തീരുമാനമെടുക്കാൻ KSRTCക്ക് അധികാരം ഉണ്ടെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. വിരമിച്ചവർക്ക് ഉയർന്ന ക്ഷാമബത്ത വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കും എന്നായിരുന്നു KSRTCയുടെ വാദം. എന്നാൽ പണപ്പെരുപ്പം ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ തെറ്റാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ വിവിധ തൊഴിലാളി യൂണിയനുകൾക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ V. ചിദംബരേഷ്, അഭിഭാഷകൻ വിപിൻ നായർ എന്നിവരാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. സംസ്ഥാനത്ത് താപനില കൂടുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി അധിക താപനിലയാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. വെള്ളി, ശനി ദിവസങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ചാലക്കുടി പുഴയിലെ പൂവത്തിങ്ങൽ കടവിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പരിയാരത്ത് താമസിക്കുന്ന കിഴക്കമ്പലം തേക്കാനത്ത് വീട്ടിൽ 62 വയസ്സുള്ള അഗസ്റ്റിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്ഷേത്രങ്ങളിലും മഠങ്ങളിലും എല്ലാവർക്കും പ്രവേശനം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് സുപ്രീംകോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ അറസ്റ്റിൽ. പേരാമ്പ്ര ശ്രീനാരായണ ഗുരുചൈതന്യ മഠത്തിൽ ശ്രീനാരായണ കൺവെൻഷനും ധ്യാനവും പ്രതിഷ്ഠാ മഹോത്സവം ഏപ്രിൽ 11 ശനിയാഴ്ച മുതൽ. സർവീസിലുള്ളവർക്കും വിരമിച്ചവർക്കും വ്യത്യസ്ത ക്ഷാമബത്ത നിരക്കുകൾ പ്രഖ്യാപിച്ച KSRTCയുടെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.